ഹായ് പ്രിയ കൂട്ടുകാരെ, എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഇന്ന് പാവയ്ക്ക കൊണ്ടൊരു തോരൻ ഉണ്ടാക്കാനാണ് പോകുന്നത്. അതിനു വേണ്ടി ഞാൻ 2 പാവയ്ക്ക എടുത്തിട്ടുണ്ട്. പാവയ്ക്ക നന്നായിട്ട് വട്ടത്തിന് നൈസായിട്ട് അരിഞ്ഞെടുക്കേണ്ടതാണ്. ഈ സെൻറ്ററിലിരിക്കുന്ന പാവയ്ക്കയുടെ കുരുവൊക്കെ നമുക്ക് ഇതുപോലെ മാറ്റിക്കളയാവുന്നതേ ഉള്ളൂ. കൈ വെച്ചെടുത്ത് കളയാൻ നല്ല എളുപ്പമായിരിക്കും. ഇതുപോലെ ആക്കിയെടുക്കണം. ഓരോ കഷ്ണങ്ങളും ഇതുപോലെ വേണം ആക്കിയെടുക്കേണ്ടത്. ഇത് നമ്മളെടുത്ത 2 പാവയ്ക്ക നന്നായിട്ട് കഴുകി വട്ടത്തിനരിഞ്ഞ് അതിനുള്ളിലുള്ള കുരുവൊക്കെ കളഞ്ഞ് ഇതെങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ഇനി അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് പാവയ്ക്ക നമുക്ക് തിളച്ച എണ്ണയിലിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മരിഞ്ഞ് വരട്ടെ. മറ്റൊരു പാത്രത്തിലോട്ട് ഒരു 4-5 ടീസ്പൂൺ അരിപ്പൊടിയും 3 ടീസ്പൂൺ കോൺഫ്ലോറിൻ്റെ പൊടിയും കൂടി ഒന്നിച്ച് ചേർത്ത് മിക്സ് ചെയ്യുക. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് വെള്ളം കൂടി ചേർക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പാവയ്ക്ക നമ്മൾ ഈ പരുവത്തിന് വേണം പൊരിച്ചെടുക്കേണ്ടത്. വറുത്ത് കോരിയ പാവയ്ക്ക നമ്മൾ കലക്കി വെച്ചേക്കുന്ന അരിപ്പൊടിയോടും കോൺഫ്ലവർ പൊടിയോടും ഒന്നിച്ച് ചേർത്ത് മിക്സ് ചെയ്ത് അത് പൊരിച്ചെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഇടാം. ഇപ്പോൾ കോൺഫ്ലവറിലും അരിപ്പൊടിയിലും കൂടെ ചേർത്തതാണ്. അരിപ്പൊടിക്ക് പകരം കടലമാവായാലും ഇതിന് നല്ല ബെസ്റ്റാണ്. ഇതിൻ്റെ കൈവശം കടലമാവ് കഴിഞ്ഞു പോയതുകൊണ്ടാണ് ഞാൻ അരിപ്പൊടി എടുത്തത്. ഇങ്ങനെയാണ് ഞങ്ങൾ പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത്. ഇങ്ങനെ കുട്ടികൾക്ക് തിന്നാനും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതിനെ തന്നെ ചോറിനാക്കുകയും ചെയ്യും. അപ്പം ചോറിനതൊരു കറിയായി തീരുകയും ചെയ്യും. പാവയ്ക്ക ഭയങ്കര കയ്പായിരിക്കത്തില്ല. ഇതാ ഇതിപ്പോൾ കൊണ്ടാട്ടമായി കഴിഞ്ഞു. പാവയ്ക്ക വട്ടത്തിനരിഞ്ഞ് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് അത് വീണ്ടും അരിപ്പൊടിക്ക് പകരം കടലമാവായാലും നല്ലതാണ്. കടലമാവില്ലാത്തത് കൊണ്ടാണ് ഞാൻ അരിപ്പൊടി എടുത്തത്. അരിപ്പൊടിയോടൊപ്പം കോൺഫ്ലവറും കൂടെ ചേർത്താണ് മിക്സ് ചെയ്ത് അവ തമ്മിൽ പൊരിച്ച് വെച്ചിരിക്കുന്നത്. ഇതിൽ കാണുന്നത് പോലെ നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടുന്നത്. നമ്മളിനി ഇതിനെ ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ടൊരു ക്രഷ് ചെയ്തെടുക്കും. ക്രഷ് ചെയ്തിട്ടാണ് തോരൻ ഉണ്ടാക്കുന്നത്. തോരൻ ഉണ്ടാക്കുമ്പോൾ അത് നല്ല ടേസ്റ്റാണ് ആ തോരൻ. അതായത് പാവയ്ക്കയുടെ ചെറിയൊരു കയ്പേ കാണത്തുള്ളൂ, അമിതമായിട്ടുള്ള കയ്പ് കാണത്തില്ല. അതുപോലെ നമ്മൾ പൊരിച്ചതിൻ്റെ ഈ അരിപ്പൊടിയുടേതും കോൺഫ്ലവറിൻ്റെ ഇതൊക്കെ അതൊരു മിശ്രിതം ചേർത്തതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റും, പിന്നെ നമ്മൾ തോരന് ചേർക്കുന്ന അരപ്പിൻ്റെ ഇതും കൂടെ ആക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായ തോരനാണ് കിട്ടുന്നത്. ഞാനിത് ഫുള്ളായിട്ടും കാണിക്കാം. അത് നിങ്ങളെല്ലാവരും ഇതുപോലെ ശ്രമിക്കുക. പാവയ്ക്ക കഴിക്കാത്തവർ, ഈ കയ്പ് മൂലം കഴിക്കാത്തവർ പോലും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ചോറ് കഴിക്കാൻ ഉപയോഗിക്കും. പാവയ്ക്ക കൊണ്ടാട്ടം കൊണ്ട് തോരൻ വയ്ക്കുന്നതിന് വേണ്ടി അല്പം തേങ്ങ, ഒരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു അല്പം 1/4 ടീസ്പൂൺ പോലും വേണ്ടി വരത്തില്ല മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 6 അല്ലി വെളുത്തുള്ളി, ഒരു പിഞ്ച് നല്ല ജീരകം, ശകലം ഉപ്പ് നമ്മൾ കൊണ്ടാട്ടത്തിൽ ചേർത്തിട്ടുണ്ട്. അരപ്പിനാവശ്യമായ ഉപ്പ് മാത്രമേ ഇതിലേക്ക് എടുക്കാവൂ. ഇത് നമ്മൾ തേങ്ങയും അരപ്പ് ചതച്ചതാണ്. ഇത് പാവയ്ക്ക പൊടിച്ചതാണ്.
കൊണ്ടാട്ടം തോരൻ വെക്കുന്നതിന് വേണ്ടി ആ വറുത്ത പാനിൽ തന്നെയാണ് അല്പം എണ്ണയെ ചേർത്തിട്ടുള്ളൂ, ഒരു തുള്ളോളം എണ്ണയെ ചേർത്തിട്ടുള്ളൂ. അതിലേക്ക് കടുക് ഇട്ടിട്ടുണ്ട്, കടുക് പൊട്ടുന്നു. ഒപ്പം കരിവേപ്പില കൂടി ചേർത്ത് ഇതിലേക്ക് നമ്മളിപ്പോൾ എടുത്ത കൂട്ടാണ് ചേർക്കുന്നത്. തേങ്ങയും ഒരു നുള്ളു നല്ല ജീരകം, അരപ്പിനാവശ്യമായ ഉപ്പ്, ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഇതിത്രയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇത് നമ്മൾ കൊണ്ടാട്ടം ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. മിക്സിയിലിട്ട് ഒരു കറക്കങ്ങ് കറക്കിയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ വലിയ കഷ്ണങ്ങളെല്ലാം ചെറുതായി അരപ്പിനോടൊപ്പം ചേർന്ന് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന തോരനുണ്ടല്ലോ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഇതൊന്ന് ശ്രമിച്ചു നോക്കുക. പാവയ്ക്ക കഴിക്കാത്ത കുട്ടികൾ പോലും ഇത് കഴിക്കും, ഉറപ്പാണ്. 7-8 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് അരപ്പ് മാത്രം ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. തീരെ മൂത്ത് പോകേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ വെണ്ടയ്ക്കയ്ക്ക് വറുത്തതുപോലെ അല്ല ഇത് വറുക്കുന്നത്. ഇത് ഞാൻ വെച്ചേക്കേണ്ടതും അല്ല, ഒരു ദിവസത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ആക്കിയെടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പാവയ്ക്ക കൊണ്ടാട്ടം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അനുസരണം ഉപ്പ് ഈ സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പാവയ്ക്ക കൊണ്ടാട്ട തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ.